വരാൻ പറ്റിയതിലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയ വലിയ സന്തോഷം. താങ്ക് യു. പിന്നെ കമൽ സാറിനെ കുറിച്ച് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കാനും സിനിമാ മേഖലയിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് കമൽ സാറിനുണ്ട്. അധികം ആർക്കും അത് അറിയില്ല, കമൽ സാറും ഞാൻ തമ്മിലുള്ളൊരു ബന്ധം. കാരണം ഞാൻ ജനിച്ചത് തൊട്ടും ജനിക്കും മുമ്പ് തൊട്ടുള്ളൊരു ബന്ധമാണ്. കാരണം എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ് കമൽ സാറ്. അങ്ങനെ കുടുംബത്തിൽ തന്നെ അങ്ങനെ വളരെയധികം കാലങ്ങളായിട്ട് അങ്ങനെ സിനിമയിൽ വന്ന് കമൽ സാറിനെ കണ്ട് സിനിമ വീട്ടിൽ വാപ്പ ഫിലിം ഫീൽഡാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, എപ്പോഴും ഞാൻ ഉമ്മയുടെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല, പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് വാപ്പടുത്ത് ചോദിക്കുമ്പോഴും ആയിട്ടില്ല എന്ന് പറയും. അങ്ങനെ ഉമ്മടുത്ത് ഒരു പ്രാവശ്യം അങ്ങനെ കരഞ്ഞു പിടിച്ചിട്ട് കമൽ സാറിൻ്റെ ഒരു പുതിയൊരു പടം തുടങ്ങുന്നുണ്ട്, നമ്മൾ എന്ന് പറഞ്ഞിട്ട്. അതിലെനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം ഉമ്മ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് അതിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഉമ്മ കമൽ സാറിന് സംസാരിച്ചു. അപ്പോൾ കമൽ സാർ പറഞ്ഞു, ആ നോക്കാം നമ്മൾ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നിട്ട് നമുക്ക് നോക്കാം, ഇപ്പം തന്നെ ആൾ നിറച്ചുണ്ട്, പക്ഷെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നീടാണ് അറിഞ്ഞത് ഞങ്ങളെ വീട്ടിൽ നിന്ന് വേറൊരാളും കൂടി ആ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കയറാൻ നോക്കിയിരുന്നത്. അപ്പോൾ കമൽ സാർ ഉമ്മടുത്ത് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് 2 പേരെടുക്കാൻ പറ്റില്ല, നിറച്ച് അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ്മാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെടുക്കാം. അങ്ങനെ കമൽ സാർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 4 മാസം മുമ്പ് ജനിച്ച എൻ്റെ ഫസ്റ്റ് കസിൻ, അപ്പോൾ അവനാണ് പ്രായത്തിൽ മൂത്തത്, അവനെ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മളിൽ എൻ്റെ ഒരു കസിൻ ഷംജു എന്ന് പറഞ്ഞ് ഷംജുവിനെ അങ്ങോട്ട് എടുക്കുകയും എനിക്കവിടെ ഭയങ്കര ഒരു സങ്കടവും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കമൽ സാർ അത് കാണുകയും ചെയ്തു. കമൽ സാർ എന്നിട്ട് ഉമ്മടുത്ത് പറഞ്ഞു, ബാബുവിനടുത്തൊന്ന് വിളിക്കാൻ പറ. വാപ്പപ്പോൾ ഫാസ്റ്റ് സാറിൻ്റെ കൂടെ കയ്യന്തൂരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് ക്രോണിക് ബാച്ചിലറിൽ ബാബുനായിട്ട് വരുന്നത്. അപ്പോൾ കയ്യന്തൂരത്തിൽ ഷൂട്ട് എടുക്കുമ്പോൾ തന്നെ കമൽ സാറ് വാപ്പാനെ വിളിച്ച് പറഞ്ഞു, അവന് ഇവിടെ വന്നിരുന്നു, ഇങ്ങനെ ചേരാൻ താല്പര്യമുണ്ട്. കാരണം ഞാൻ നാടകവും കോൽക്കളിയും മോണൊറ്റയായിട്ട് ഇങ്ങനെ നടക്കണം, പഠിത്തമൊന്നും അധികം ഇല്ല. അപ്പോൾ വാപ്പൻ പറഞ്ഞല്ലേ ഇവിടെ ഷൂട്ട് തുടങ്ങി. അപ്പോൾ കമൽ സാർ എന്നാലും കുഴപ്പമില്ല, ഒന്ന് ബാബുവിൻ്റെ കൂടെ ആണെങ്കിലും അവനൊന്ന് നിർത്തി, അവൻ നല്ല സങ്കടത്തിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ ആ വാക്ക് കേട്ടിട്ടാണ് വാപ്പ എന്നെ കയ്യത്തൂർന്നൊരു സിനിമയിലോട്ട് എന്നെ കൊടൈക്കനാൽ ഷൂട്ട് വന്ന നേരത്ത് കൂടെ കൊണ്ടുപോയത്. അതിലൂടെയാണ് ഞാൻ സിനിമയിലോട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പോൾ അത് എന്തുകൊണ്ടാലും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് ഞാൻ ആർക്കും അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല കമൽ സാറിന്. ഇവിടെ ഇരിക്കുമ്പോൾ കമൽ സാർ എന്ന് പറയും, വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ കമാൽക്കാരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ വിളിക്കുമ്പോൾ കമൽ സാർ വിളിക്കും, നീ ഏതെങ്കിലും ഒരു പേര് വിളിക്കുന്നു പറയും, ഒന്നിലും കമൽ സാർ അല്ലെങ്കിൽ കമലാപ്പ, അത് എന്തോ മാറിപ്പോവും. കാരണം എല്ലാ ചടങ്ങുകളിലും കുടുംബത്തിലാണെങ്കിലും ഫിലിമിൻ്റെ സ്ഥലത്താണെങ്കിൽ പോലും എപ്പോഴും ഏറ്റവും കൂടുതൽ കാണുന്നത് കമൽ സാറിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ കമൽ സാറിനോട് വർക്ക് ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ്. കാരണം നേരത്തെ ആഷിഖ് ഭായി പറഞ്ഞ പോലെ തന്നെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തുള്ളൊരു സൗഹൃദം വളരെ വളരെ ഭംഗിയാണ്. പിന്നെ അതുമാത്രമല്ല, സാറിൻ്റെ പടങ്ങളിൽ അന്നു മുതൽ ഇന്ന് വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ സിനിമകളിലും വർക്ക് ചെയ്ത ഒരു പടത്തിലുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് തന്നെയാണ് ബാക്കിയുള്ള കുറേ പടങ്ങളിൽ വർക്ക് ചെയ്ത് വന്ന് അതിലൂടെ ഓരോരുത്തർ ഡയറക്ടറായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തോ മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കമൽ സാറിനോട് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറേ എളുപ്പവഴികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കമൽ സാറിന് പോയത്. അതിനുശേഷമാണ് നമ്മൾ പച്ചക്കുതിര എന്ന് പറഞ്ഞൊരു മൂവി കമൽ സാർ ഡയറക്റ്റ് ചെയ്യുകയും ഞാനതിൽ സഹസംവിധായകനായിട്ട് നിന്നെങ്കിലും അതിൻ്റെ ടൈറ്റിൽ കാർഡിൽ വന്ന ഓഫീസ് നിർവഹണമാണ്. ഒരു ബാപ്പ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും സാറിൻ്റെ അടുത്ത പടങ്ങളിലും എല്ലാ പടങ്ങൾക്കും ആശംസകൾ നേരുന്നു. കൂടെ വർക്ക് ചെയ്യാനും അഭിനയിക്കാനാണെങ്കിലും എന്തായാലും വിളിക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു സാർ. താങ്ക് യു.